കണ്ണാടിയിൽ തെളിയട്ടെ UDFന്റെ വിജയചിത്രം. കണ്ണാടി പഞ്ചായത്ത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൂടി, അതിന്റെ കൂടെ ഒരു ദൃശ്യം കൂടി അതിന്റെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. രാഹുല് പാലക്കാട്ട് വലിയ സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾ, എസ്പെഷ്യലി ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പില്, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഹുലിന് മുന്നിൽ എത്തിയിരിക്കുന്ന ദൗത്യം എന്ന രീതിയിൽ കണ്ണാടിയും നഗരസഭയും അതോടൊപ്പം പ്രധാനപ്പെട്ട കീ പോയിന്റ് ആയിട്ട് രാഹുലിനോട് പറഞ്ഞിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് കണ്ണാടി, ഒന്ന് നഗരസഭ. അതോടൊപ്പം തന്നെ പിരായിരിയും മാത്തൂരും ഒക്കെ നിലനിർത്തുവാനുമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വളരെ ചടുലതയോടുകൂടി അതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വലിയ മുന്നേറ്റം നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാലക്കാട് ഇന്നലെ VK ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടു. രാഹുലിനെ പുറത്താക്കിയിട്ടില്ല പാർട്ടി. രാഹുൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്. അയാൾ നേരിടുന്നത് വെറും അച്ചടക്ക നടപടികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഏറ്റവും യോഗ്യൻ രാഹുൽ തന്നെയാണ്. കാരണം രാഹുൽ പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ്. അയാളുടെ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു ത്രിതല പഞ്ചായത്ത്, ഒരു ലോക്കൽ ബോഡിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് അതിന്റെ പ്രചരണത്തെ, അതിലെ UDFന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എല്ലാവിധ പരിശ്രമങ്ങളും നടത്തേണ്ട വ്യക്തി രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. രാഹുൽ ആ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം രാഹുലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താ? UDFന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അത് ചെയ്തിരിക്കും. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അത് തന്നോട് ഒരാൾ പ്രത്യേകം വന്ന് നിന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, താൻ അത് കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് രാഹുൽ പറയുന്നു. അത് തന്നെയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പിരായിരിയിൽ വലിയ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള UDFന്റെ സ്ഥാനാർത്ഥികളെയും പിടിച്ചുകൊണ്ട് രാഹുൽ വലിയ പ്രകടനമായിക്കൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൊടുത്തുകൊണ്ട് രാഹുൽ ആ പടയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് എന്താ? കാണുന്നത് കണ്ണാടിയിലെ രംഗങ്ങളാണ്. കണ്ണാടിയിലും ഇതുപോലെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ രാഹുൽ നടത്തുന്നു. ആ കണ്ണാടിയിലെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? കഴിഞ്ഞ പ്രാവശ്യം CPI-യുടെ മെമ്പറായി വിജയിച്ച് കയറിയ ആള് വരെ ഇപ്രാവശ്യം രാഹുലിന്റെ കൂടെ കണ്ണാടിയിലുണ്ട്. അപ്പോ രാഹുലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു. പാലക്കാട്ടെ ഈ പറയുന്ന ലോക്കൽ ബോഡിയിലേക്കുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അതുകൂടി പിടിച്ചെടുക്കണമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്നുണ്ട്. രാഹുലിന് വലിയ ഒരു ആശ്വാസമാകുന്നത് ഇത്രയും കാലം BJP ഭരിച്ച നഗരസഭയാണ്, ഇത്രയും കാലം CPM ഭരിച്ച കണ്ണാടി ഗ്രാമപഞ്ചായത്താണ്. ഇതൊക്കെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം രാഹുലിന് ഉണ്ടാവുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം രാഹുൽ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിലെ ഈ കണ്ണാടിയും ഈ പറയുന്ന നഗരസഭയും ഒക്കെ രാഹുലിന് നൽകിയ ഭൂരിപക്ഷമാണ്, വലിയ മാർജിനാണ്. ആ മാർജിനിൽ കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നത്. എന്താണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇതിനെ കുറിച്ച് രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ രാഹുലിന്റെ പങ്കാളിത്തത്തെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾക്ക് വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വലിയ ചർച്ചകളാ. സസ്പെൻഷനിലുള്ള വ്യക്തി പാർട്ടിയുടെ ഈ പറയുന്ന പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്നു, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള വലിയ ചർച്ചകൾ മാധ്യമങ്ങൾ പടച്ചുവിടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചിരുന്നു. എന്താണത്? ഈ കഴിഞ്ഞ കാലയളവില്, ഈ അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്ന ലൈംഗിക ആരോപണ കേസുകളിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ ഒന്ന് വേടനാണ്, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടമാണ്. ഈ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം മലയാള മനോരമയില്, അതുപോലെ ഈ പറയുന്ന 24 ന്യൂസില്, അതുപോലെ ന്യൂസ് മലയാളത്തില് ഒക്കെ വേടനെ വിളിച്ചു വരുത്തി വേടനും അതിഥിയായി കൊണ്ടുവന്നുകൊണ്ടുള്ള പല പരിപാടികളും നമ്മൾ കണ്ടു. വേടനുമായി കുശലം പറയുന്നത്, വേടന് കൈ കൊടുക്കുന്നത്, വേടനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്, അതൊന്നും വേണ്ട എന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. പക്ഷേ ഈ മാധ്യമങ്ങളുടെ ചില ഇരട്ടത്താപ്പുകൾ,
മനഃപൂർവ്വം രാഹുലിനെ തേജോവധം ചെയ്യുവാൻ വേണ്ടി, രാഹുലിനെ അടിച്ച് മൂലക്കിരുത്തുവാൻ വേണ്ടിയുള്ള ഒരു ഇരട്ടത്താപ്പ്, ഒരു രണ്ടു തരം സമീപനം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വേടനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന മാധ്യമങ്ങള് എന്തേ രാഹുൽ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് വേണ്ടി, UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ ഇറങ്ങുന്നത്, ഇവരെ ഇത്തരം അസ്വസ്ഥരാക്കുന്നത് എന്തിനാണ്? ഇത് തന്നെയാണ് ഇന്നലെ VK ശ്രീകണ്ഠനും ചോദിച്ചത്. ശ്രീകണ്ഠൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ എന്തിനാണ് രാഹുലിന്റെ പിറകെ കൂടുന്നത്? രാഹുൽ അയാളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ, അല്ലേ? അപ്പോ സമാന രീതിയിലുള്ള ആരോപണങ്ങൾ നേരിട്ട വ്യക്തികളാണ് വേടനും രാഹുൽ മാങ്കൂട്ടത്തിലും. പക്ഷെ രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ഇവർക്ക് മറ്റൊരു സമീപനം, വേടന്റെ കാര്യത്തിൽ വേടനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനം. അത് എങ്ങനെയാണ് ശരിയാവുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും പാലക്കാട്ട് ഈ പറയുന്ന രാഹുലിന് മുന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം അതൊരു അനൗദ്യോഗിക ഒരു നിർദ്ദേശമാണെങ്കിൽ പോലും രാഹുലിന് മുന്നിൽ കണ്ണാടിയും നഗരസഭയും പിടിച്ചെടുക്കണമെന്നുള്ള വലിയ നിർദ്ദേശം രാഹുലിന് മുന്നിലുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് രാഹുലിന്റെ പ്രവർത്തനങ്ങളും. രാഹുൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണാടിയിലാവട്ടെ, പിരായിരിയിലാവട്ടെ, നഗരസഭയിലാവട്ടെ, എവിടെയാവട്ടെ, അവിടെയുള്ള അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള അഹോരാത്രമായ പരിശ്രമങ്ങൾ രാഹുൽ നടത്തുന്നുണ്ട്. പാലക്കാട്ട് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, പാലക്കാട് നഗരസഭയിൽ നിന്ന് പ്രമീള ശശിധരനെയും പ്രിയ അജയനെയും ഒക്കെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അതിന് ജില്ലാ നേതൃത്വത്തിന്റെ വലിയ പച്ചക്കൊടി കാണിക്കുന്നു അവർ. പക്ഷേ 2 കണ്ടീഷനുകൾ മുന്നിൽ വെക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാ. അപ്പോ രാഹുൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പാലക്കാടിന്റെ മണ്ണില്. അയാൾക്ക് അതിൽ ഒരു ചെറിയൊരു മധുര പ്രതികാരം കൂടിയുണ്ട്. കാരണം എന്ന് പറയുന്നത്, ഈ കണ്ണാടിയും ഈ നഗരസഭയും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്വയമേ അയാൾ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. മറ്റാരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നൽകിയാലും ഇല്ലെങ്കിലും ഒക്കെ അതിനപ്പുറം രാഹുൽ തീരുമാനിച്ചുറപ്പിച്ച ഒരു തീരുമാനമാണ് അത് എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത്, തന്നെ വേട്ടയാടാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന ആളുകളുടെ കാലിനടിയിലെ മണ്ണിന്ന് മാന്തി എടുക്കണമെന്നുള്ളത് രാഹുലിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് പുറത്ത് തന്നെയാണ്, അങ്ങനെ ചില കാര്യങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തിയതും. അതുകൊണ്ട് തന്നെ രാഹുല് ഈ പറയുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. അയാൾ വളരെ ബിസിയാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവുമാണ്. കാരണം രാഹുലിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് വലിയ ഊർജം നൽകുന്നുണ്ട്, അവർക്ക് വലിയ ഒരു ഇന്ധനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ, പ്രചരണങ്ങളിൽ, വീട് കയറുന്നതിൽ, വോട്ട് പിടിക്കുന്നതിൽ, ഈ വോട്ടർമാരെ കാണുന്നതിലൊക്കെ രാഹുൽ കൂടെ ഉണ്ടാകുമ്പോൾ അത് UDF സ്ഥാനാർത്ഥികൾക്ക്, അത് കണ്ണാടിയിലാവട്ടെ, നഗരസഭയിലാവട്ടെ, പിരായിരിയിലാവട്ടെ, മാത്തൂരാവട്ടെ, എവിടെയാവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് വലിയ ഒരു ഊർജം പകരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഔദ്യോഗികമായ ചർച്ചകളിലൊന്നും എവിടെയും പങ്കെടുക്കുന്നില്ല, ഔദ്യോഗികമായ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. ആ കാര്യങ്ങൾക്കൊന്നും രാഹുലില്ല. തനിക്കെതിരെയുള്ള നടപടികൾ മാനിച്ചുകൊണ്ട് തന്നെ, പക്ഷെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിക്കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, UDF വേണ്ടി, തന്നെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ കോൺഗ്രസിന്റെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് വേണ്ടി രാഹുൽ തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് അയാൾ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ണാടിയിലും കാണുന്നത്. പിരായിരിയിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. പിരായിരിയിലെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ കണ്ണാടിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ രാഹുലിന്റെ ഒരു വ്യക്തിപ്രഭാവം, അയാളുടെ ഒരു സ്വീകാര്യത, അയാളുടെ പ്രസൻസ്, അത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പില് ഈ UDF സ്ഥാനാർത്ഥികൾക്ക് വലിയ തരത്തിൽ അനുകൂലമാകുന്ന ഒരു ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന്റെ മക്കൾക്ക്, പാലക്കാട്ടെ ജനങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. അവിടെ രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ കയ്യടി ലഭിക്കുന്നുണ്ട്, രാഹുലിനെ വലിയ സ്വീകാര്യത പാലക്കാട് ലഭിക്കുന്നുണ്ട്. അപ്പോ ആ രാഹുലിന്റെ പിന്തുണയും, രാഹുലിന്റെ ഈ സാമീപ്യവും, അയാളുടെ പ്രസൻസും ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുന്നതും, അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ ഉണ്ടാകുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പോ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വലിയ ദൗത്യം, തന്നെ മുന്നിൽ വച്ചിരിക്കുന്ന വലിയ ഒരു കണ്ടീഷൻ, ഒരു നിബന്ധന,
ആ നിബന്ധന, ആ ദൗത്യം അത് വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടമുള്ളത്. അതോടൊപ്പം UDF-ന്, കോൺഗ്രസിന് പാലക്കാട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഉള്ള ഒരു സഹായകരമാകുന്ന പ്രവർത്തനങ്ങൾ തനിക്ക് കഴിയുന്നതൊക്കെ താൻ ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് രാഹുലും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഹുലിന്റെ കൂടി പ്രസൻസ് പാലക്കാട് ഉണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.